ഷെഡിങ് അഥവാ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ വേഴ്സസ് ഹെയർ തിന്നിങ്, അതായത് പതുക്കെ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരിക. ഇതിൽ ഏതാണ് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്? പലപ്പോഴും നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറെ അടുത്ത് പോവുക, നിങ്ങൾക്ക് പെട്ടെന്നൊരു മുടി കൊഴിച്ചിൽ ഉണ്ടാകുമ്പോൾ ആയിരിക്കും അല്ലേ? കാരണം നമുക്കൊരു പാനിക് സിറ്റുവേഷനാണ്, മുടി പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞു പോകുമോ എന്നൊരു പേടി കൊണ്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിനേക്കാൾ പ്രധാനമാണ് നമ്മൾക്ക് ഈ പതുക്കെ വരുന്ന ഹെയർ തിന്നിങ്. കാരണം ഹെയർ ഷെഡിങ് കാരണമുള്ള ഹെയർ റൂട്ട്സ് നമുക്ക് കംപ്ലീറ്റ്ലി റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സ്ലോ ആയിട്ട് ഹെയർ തിന്നിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നമുക്ക് ഹെയർ റൂട്ട്സ് ലൂസ് ആവുന്നതാണ്. നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഹെയർ റൂട്ട്സ് നമുക്ക് ലോസായി പോകും. അപ്പോൾ അതുകൊണ്ടൊരു ഹെയർ തിന്നിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഭാവിയിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഹെയർ ഷെഡിങ് നടക്കുന്ന പലർക്കും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഹെയർ തിന്നിങ് നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഹെയർ ഷെഡിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളൊരു ലോങ് ടേം മെയിൻ്റനൻസ്, നമ്മളൊരു ഹെയർ തിന്നിങ് അതായത് നമ്മുടെ മുടിയുടെ ഉള്ളു കുറവിനെ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്താൽ ഭാവിയിൽ നമുക്കതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒഴിവാക്കാനും പറ്റും. ലോങ് ടേമിൽ നമുക്ക് നമ്മുടെ മുടിയുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും.